F1 മൂവി ഒരു യൂഷ്വൽ ആയിട്ടുള്ള ഒരു സ്റ്റോറി ലൈൻ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ പിടിച്ചിരിക്കുന്നതെങ്കിൽ പോലും ഈ ഒരു സിനിമയുടെ തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപാരം തന്നെയാണ്. ഞാൻ ജസ്റ്റ് ഒരു 4K വിത്ത് ഡോൾബി അറ്റ്മോസ് ഉള്ള തിയേറ്ററിലാണ് കണ്ടിട്ടുള്ളത്, ഐമാക്സിലൊന്നല്ല. എന്നിട്ട് പോലും ഈ ഒരു സിനിമയ്ക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ഉണ്ട്. ഈ ഒരു സിനിമയുടെ ക്ലൈമാക്സൊക്കെ എത്തുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു നെഞ്ചിടിപ്പും ആ ഒരു സീറ്റഡ് ത്രില്ലർ ഫീൽ എന്നൊക്കെ പറഞ്ഞാൽ വേറെ ലെവലായിരുന്നു. സോ ഭയങ്കരമായിട്ടൊരു എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഗംഭീരമായിട്ടൊരു തിയേറ്റർ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സിനിമ പോയിട്ട് തിയേറ്ററിൽ തന്നെ പോയിട്ട് എക്സ്പീരിയൻസ് എന്നതാണ് പറയാനായിട്ടുള്ളത്. ഈ ഒരു സിനിമയുടെ സ്റ്റോറി ലൈൻ പറയുകയാണെന്നുണ്ടെങ്കിൽ യൂഷ്വലായിട്ട് നമ്മൾ കണ്ടുവരുന്ന ഒരു പാസ്റ്റ് ചെറിയ രീതിയിൽ ഹോണ്ട് ചെയ്യുന്ന ഒരു ഹീറോ ആൻഡ് ഓൾസോ കുറെ നാളുകൾക്ക് ശേഷം അദ്ദേഹം ഒരു റേസിംഗ് കോമ്പറ്റീഷനിലോട്ടോ അല്ലെങ്കിൽ അദ്ദേഹം എന്താണോ അദ്ദേഹത്തിന് ഇനി നേടിയെടുക്കേണ്ടത് പെൻഡിങ് ഉള്ളത് അതിലോട്ട് അദ്ദേഹം എത്തുന്നു. അവിടെ അദ്ദേഹം കുറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഫേസ് ചെയ്യേണ്ടി വരുന്നു. തുടർന്ന് അദ്ദേഹം അവിടെ ജയിക്കുമോ ഇല്ലയോ എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം. ഇതാണ് സിനിമ. ഇത് തന്നെയാണ് ഇവിടെയും കാണിക്കുന്നത്. ഒരുവിധപ്പെട്ട എല്ലാ സിനിമകളിലും ഈ ഒരു സ്റ്റോറി ലൈൻ തന്നെയായിരിക്കും വരുന്നുണ്ടായിരിക്കുക, ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കുന്നത് മാത്രം. ബട്ട് ഇവിടെ ആ കാര്യം എങ്ങനെ നമ്മുടെ മുമ്പിലോട്ട് പ്രസന്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളതിൽ പല ടെക്നിക്കൽസ് എടുക്കുന്നത്. അത് എഡിറ്റിംഗ് ആയിക്കോട്ടെ, സിനിമാറ്റോഗ്രാഫി ആയിക്കോട്ടെ, മ്യൂസിക് ആയിക്കോട്ടെ, എല്ലാം കൊണ്ടും ടോപ്പ് നോച്ച് ആയിട്ട് അത്രയും എൻഗേജിങ് ആൻഡ് ത്രില്ലിംഗ് ആയിട്ടാണ് ഈ ഒരു സിനിമ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. 2.5 മണിക്കൂർ ഡ്യൂറേഷനുള്ള നമ്മുടെ മുമ്പിലോട്ട് ഇവർ വെച്ചിരിക്കുന്ന പരിപാടികൾ എന്ന് പറഞ്ഞാൽ ഗംഭീരമായിട്ടാണ് അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ആൻഡ് റേസിംഗ് സീക്വൻസുകളൊക്കെ കിഡിലനായിരുന്നു. ഒരു തരത്തിലും ക്ലാരിറ്റി നഷ്ടപ്പെടാത്ത രീതിയിൽ, ഒരു തരത്തിൽ നമുക്ക് കണ്ടിന്യൂറ്റിയോ കാര്യങ്ങളോ ഡൗട്ട്സ് ഒന്നും തോന്നാത്ത തരത്തിൽ അത്രയും ക്ലിയർ ആയിട്ടാണ് ഈ ഇവരി ഷോട്ട്സുകൾ അവർ കാണിച്ചിരിക്കുന്നത്. പല ടൈപ്പിലുള്ള ഷോട്ട്സുകൾ കാര്യങ്ങൾ കാണിച്ചിട്ടുണ്ട്. പലതരത്തിലുള്ള കുറച്ച് POV പരിപാടികളൊക്കെ കിഡിലനായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. സോ ഒരു 2.5 മണിക്കൂർ നമുക്ക് പോയിരുന്നു കഴിഞ്ഞാൽ ഒരു വർത്ത് വാച്ച് ആയിട്ടുള്ള ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് സമ്മാനിക്കുന്ന ഒരു ഗംഭീര തിയേറ്റർ എക്സ്പീരിയൻസ് ഉള്ള ഒരു മൂവി ആയിട്ടാണ് F1 എന്ന് പറഞ്ഞ സിനിമ അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നത്.